എന്നാൽ സാത്താൻ, ദൈവത്തിന് സ്തോത്രം, ഞങ്ങളെ തടുത്തു. ആരായി പറയുന്നേ? പൗലോസായി പറയുന്നു. എന്താ പൗലോസ് പറയുന്നേ? സാത്താൻ ഞങ്ങളെ തടുത്തു എന്നാണ് പറയുന്നത്. ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ് എന്നൊന്ന് വിശകലനം ചെയ്യണം എന്നുണ്ടെങ്കിൽ തെസ്സലോനിക്ക സഭയെ കുറിച്ച് ഒരു ലളിതമായ പഠനം ഇന്ന് രാത്രി നമുക്ക് ആവശ്യമാണ്. അത് പറഞ്ഞ് നമുക്ക് മുന്നോട്ട് വരാം. ഓക്കെ, ഇനി ഞാൻ ബൈബിളൊന്നും വായിക്കരുത്, എന്നെ ശ്രദ്ധിച്ചിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായത്തില് ഒന്നാം ലൗകിക സാമ്രാജ്യമായ ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ അവസാനത്തെ ഭരണാധികാരിയായിരുന്ന ചക്രവർത്തിയായിരുന്ന ബേൽഷസ്സറിന്റെ 3-ാമത്തെ ആണ്ടിൽ ദാനിയേൽ പ്രവാചകന് ദൈവം ഒരു ദർശനം കൊടുക്കുന്നു. ആ ദർശനം ഇതാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു ആട്ടുകൊറ്റൻ, ആ ആട്ടുകൊറ്റന് 2 കൊമ്പുണ്ട്. ആ 2 കൊമ്പും നീണ്ട കൊമ്പാണ്. അതിൽ ഒരു കൊമ്പ് മറ്റേ കൊമ്പിനേക്കാൾ അല്പം കൂടെ നീണ്ടതാണ്. ആ ഒടുക്കം അല്പം നീണ്ട കൊമ്പ് ഒടുക്കം മുളച്ചു വന്ന കൊമ്പ്. ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും ഇങ്ങനെ ഇടിക്കുകയാണ്. അഹങ്കാരിയായ ആട്ടുകൊറ്റന്റെ ചിന്ത, എന്നെ പരാജയപ്പെടുത്താൻ ആർക്കും സാധ്യമല്ല, ഒരു മൃഗത്തിനും അതിനെതിരെ നിൽക്കാൻ സാധിച്ചില്ല. അഹങ്കാരിയായ ആട്ടുകൊറ്റൻ എന്നെ പരാജയപ്പെടുത്താൻ ആരുമില്ലെന്ന് ചിന്തിച്ച് അഹങ്കാരത്തിന്റെ നെറുകയിൽ നിൽക്കുന്ന സമയത്താണ് പടിഞ്ഞാറ് നിന്ന് ഒരു കോലാട്ടുകൊറ്റൻ പാഞ്ഞു വരികയാണ്. ആ കോലാട്ടുകൊറ്റന്റെ പ്രത്യേകത, അതിന്റെ 2 കണ്ണുകൾക്കിടയിൽ ഒരു കൊമ്പാണുള്ളത്. ഒരു കൊമ്പൻ കോലാട്ടുകൊറ്റൻ 2 കൊമ്പുള്ള ആട്ടുകൊറ്റനുമായി യുദ്ധം ചെയ്തു. എന്നിട്ട് ആട്ടുകൊറ്റനെ പരാജയപ്പെടുത്തി അതിനെ ചവിട്ടിക്കളഞ്ഞു. എന്നിട്ട് കോലാട്ടുകൊറ്റൻ അതിന്റെ വിജയത്തിന്റെ പാരമ്യത്തിൽ നിൽക്കുന്ന സമയത്ത് അതിന്റെ 2 കണ്ണുകൾക്കിടയിലുള്ള ഒരു കൊമ്പ് മുറിഞ്ഞുപോയി. തൽസ്ഥാനത്ത് 4 കൊമ്പ് മുളച്ചു വരുന്നു. എന്താണ് ഇവിടെ ദാനിയേൽ കാണുന്ന ആ ദർശനത്തിന്റെ അർത്ഥം? അവിടെ കാണുന്ന 2 കൊമ്പുള്ള ആട്ടുകൊറ്റൻ കാണിക്കുന്നത് ലോകത്തെ 200-ൽ പരം കൊല്ലങ്ങൾ അടക്കി ഭരിച്ച മേദ്യൻ പേർഷ്യൻ സാമ്രാജ്യത്തെയാണ്. അഹങ്കാരത്തിന്റെ നെറുകയിൽ നിന്ന് പാർസ്യ രാജാവായ കോരേശും മേദ്യ രാജാവായ ദാരിയവേശും അവരുടെ നേതൃത്വത്തിൽ ചരിത്രത്തിൽ ഉയർന്നു പൊങ്ങി വന്ന മേദ്യൻ പേർഷ്യൻ സാമ്രാജ്യം അവര് വിചാരിച്ചു, ഞങ്ങളെ പരാജയപ്പെടുത്താൻ ലോകത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് മാസിഡോണിയ രാജാവിന്റെ ശ്രീമന്തപുത്രനായ മഹാനായ അലക്സാണ്ടറുടെ നേതൃത്വത്തിൽ ഗ്രീക്ക് സാമ്രാജ്യം ചരിത്രത്തിൽ ഉയർന്നു പൊങ്ങി വന്നത്. ആ ഗ്രീക്ക് സാമ്രാജ്യത്തെയാണ് അവിടെ കാണിക്കുന്ന കോലാട്ടുകൊറ്റൻ കാണിക്കുന്നത്. അതിന്റെ 2 കണ്ണുകൾക്കിടയിലുള്ള ഒരു കൊമ്പ് കാണിക്കുന്നത് മഹാനായ അലക്സാണ്ടറിയ. BC 323-ൽ പഞ്ചാബിലുള്ള സിന്ധു നദീതീരം വരെയെത്തിയ മഹാനായ അലക്സാണ്ടർ മേദ്യൻ പേർഷ്യൻ സാമ്രാജ്യത്തെ പരാജയപ്പെടുത്തി ഗ്രീക്ക് സാമ്രാജ്യം സ്ഥാപിച്ചു. എന്നാൽ അദ്ദേഹം 33-ാമത്തെ വയസ്സിൽ ബാബിലോണിൽ പനിനീർ വെള്ളത്തിൽ കുളിച്ച് ജ്വരം ബാധിച്ചു മരിച്ചു. അദ്ദേഹത്തിന്റെ അകാലത്തിലുള്ള മരണമാണ് 2 കണ്ണുകൾക്കിടയിലുള്ള ഒരു കൊമ്പ് മുറിഞ്ഞു പോയത് കാണിക്കുന്നത്. തൽസ്ഥാനത്ത് 4 കൊമ്പ് മുളച്ചു വരുന്നു. അത് അലക്സാണ്ടറുടെ മരണശേഷം ഗ്രീക്ക് സാമ്രാജ്യത്തെ ഭരിക്കാൻ തനിക്കൊരു അനന്തരാവകാശി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് ഗ്രീക്ക് സാമ്രാജ്യം തന്റെ 4 സൈന്യാധിപന്മാർക്കായി വിഭാഗിച്ചു കൊടുത്തതിനെ കാണിക്കുന്നു. അതിൽ ഏഷ്യ മൈനർ ലെസിബക്കസിന്, മാസിഡോണിയ കസാൻഡർക്ക്, ഈജിപ്റ്റ് ടോളമികൾക്ക്, സിറിയ സെലൂക്കസിന്, അങ്ങനെ തന്റെ 4 സൈന്യാധിപന്മാർക്കായി തന്റെ സാമ്രാജ്യം വിഭജിച്ചു കൊടുത്തു. അവിടെ ഒരു കാര്യം ഇന്ന് രാത്രി നിന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, 1-ാം ലൗകിക സാമ്രാജ്യമായ ബാബിലോണിയ സാമ്രാജ്യത്തിന്റെ അവസാനത്തെ സാമ്രാട്ടായ ദൈവത്തിന് സ്തോത്രം ബേൽഷസ്സറിന്റെ 3-ാമത്തെ ആണ്ടിൽ നാളെയുടെ നീളയിൽ ഇവിടെ നടക്കാൻ പോകുന്ന ഭരണകൂടങ്ങളെയും രാഷ്ട്രീയ നേതൃത്വങ്ങളെയും സർവശക്തനായ ദൈവം ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കൾ അറിയണം, മനുഷ്യന്റെ രാജ്യത്വത്തിന്മേൽ വാഴുന്ന അത്യുന്നതനായ ഒരു ദൈവമുണ്ട്. എന്റെ ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ ചരിത്രത്തിൽ ഒന്നും നടക്കുന്നില്ലെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇവിടെയുണ്ട്? അവരെ കരമുയർത്തി ഒരിക്കൽ കൂടി ശക്തിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യും. ത്രികാലവേദിയും കാലത്രയങ്ങൾ കയ്യിലുള്ളവനുമായ ദൈവത്തിന്റെ പഞ്ചാംഗം അനുസരിച്ച് ലോക ഭരണകൂടങ്ങൾ നടന്നു നീങ്ങുന്നതെങ്കിൽ, രാഷ്ട്രീയ ഗതിവിഗതികൾ മാറ്റപ്പെടുന്നതെങ്കിൽ, ഇന്ന് രാത്രി ഞാൻ ചോദിച്ചോട്ടെ, അവന്റെ മുൻ നിർണയത്തിനും നിത്യ നിർണയത്തിനും അനുസരിച്ച് കാലചക്രം നടന്നു നീങ്ങുന്നതെങ്കിൽ, യേശുവിന്റെ ചങ്കിലെ ചോരയാൽ വില കൊടുത്തു വാങ്ങിയ എന്റെയും നിന്റെയും കാര്യത്തിൽ നിത്യ നിർണയമുണ്ടെന്നും ആ നിർണയത്തിനനുസരിച്ച് നമ്മുടെ സാഹചര്യങ്ങൾ നീങ്ങുന്നതെന്നും ഇന്ന് രാത്രി തിരിച്ചറിഞ്ഞ്
നിൽക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അതിൽ മാസിഡോണിയ രാജാവായിരുന്ന കസാൻഡർ, അലക്സാണ്ടർക്ക് ഒരു പെങ്ങളുണ്ടായിരുന്നു. അവളുടെ പേരാണ് തെസ്സലോനിക്ക. ദൈവത്തിന് സ്തോത്രം. അലക്സാണ്ടറുടെ പെങ്ങളായ തെസ്സലോനിക്കയെ കസാൻഡർ വിവാഹം കഴിച്ചു. കസാൻഡർ വിവാഹം കഴിച്ചിട്ട് തന്റെ ഭാര്യയും അലക്സാണ്ടറുടെ പെങ്ങളുമായ തെസ്സലോനിക്കയുടെ പേര് എന്നേക്ക് സ്മരിക്കപ്പെടേണ്ടതിന് അവിടെ മാസിഡോണിയയിൽ അദ്ദേഹം ഒരു പട്ടണം പണിതു. എന്നിട്ട് ആ പട്ടണത്തിന് തെസ്സലോനിക്ക എന്ന പേര് കൊടുത്തു. ആ തെസ്സലോനിക്ക പട്ടണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ് അവിടെ പ്രത്യേകത? ചരിത്രകാരന്മാര് പറയുന്നത് അവിടെ മനുഷ്യരെ കാണുന്നതിനേക്കാൾ എളുപ്പമായിരുന്നു വിഗ്രഹത്തെ കാണുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ ആ പട്ടണത്തിൽ ഉണ്ടായിരുന്ന ജനബാഹുല്യത്തെക്കാൾ കൂടുതലായിരുന്നു അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങൾ. അന്യാരാധനയുടെ വിളഭൂമിയായിരുന്ന പൈശാചിക ശക്തികൾ കൊടികുത്തി വാണിരുന്ന വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്ന ആ തെസ്സലോനിക്ക പട്ടണത്തിൽ ശ്രീക പൗലോസിന്റെ പാദം പതിഞ്ഞപ്പോൾ സുവിശേഷം അതിന്റെ അധികാരത്തോടും അതിന്റെ ശക്തിയോടും കൂടെ അവിടെ പ്രബലപ്പെട്ടപ്പോൾ ആ ജാതീയ ശക്തികളെ പരാജയപ്പെടുത്തി ആ പൈശാചിക കോട്ടകളെ തകർത്തുകൊണ്ട് ആത്മാവിലും സത്യത്തിലും എന്റെ കർത്താവിനെ ആരാധിക്കുന്ന ഒരു ദൈവത്തിന്റെ സഭ ആ പട്ടണത്തിൽ ഉടലെടുത്തെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിന്റെ നിറവിൽ ഞാൻ വിളിച്ചു പറയാം, ഏത് പൈശാചിക ആദിത്യം പുലർത്തുന്ന ഏത് ദുരാത്മാ ശക്തികൾ കൊടികുത്തി വാഴുന്ന ഏത് പാരമ്പര്യത്തിന്റെ കൊട്ടളങ്ങൾ പടുത്തുയർത്തി പണിതിരിക്കുന്ന സ്ഥലമാണെങ്കിലും സുവിശേഷം അതിന്റെ ശക്തിയോടെ പ്രബലപ്പെട്ട വചനം അതിന്റെ അധികാരത്തോടെ വെളിപ്പെട്ട അഭിഷേകം അതിന്റെ തനിമയോടെ വ്യാപരിച്ചാൽ അതിനെതിരെ ചെറുത്തു നിൽക്കാൻ ലോകത്തിലൊരു ശക്തിയില്ല, ലോകത്തിലൊരു അധികാരമില്ല. എത്ര വിശ്വസിക്കുന്നു? ദൈവത്തിന്റെ വിശ്വസനീയ നന്ദി പറയുന്നു. നന്ദിയോടെ കർത്താവിന് സ്വതന്ത്രം പറയാമോ? ഇന്ന് രാത്രി ഏകരായിട്ടൊക്കെ വിശ്വാസത്തിൽ വന്നവരുണ്ടോ? രക്തബന്ധങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടോ? സഹോദര വർഗങ്ങൾ ദൈവ കൃപയിലേക്ക് വരാൻ ഇന്ന് രാത്രി നെടുവീർപ്പിട്ട് കണ്ണുനീർ ഒഴുക്കുന്നവരുണ്ടോ? മിഷണറി പ്രവർത്തനങ്ങൾക്ക് സഹായിച്ചിട്ട് പ്രതീക്ഷിച്ചതുപോലെ അവിടെ ഒരു ഫലമില്ലാത്തത് കൊണ്ട് നിരാശപ്പെടുന്നവരുണ്ടോ? കർത്താവിന്റെ വേല ചെയ്തിട്ട് ഉദ്ദേശിച്ച നിലയിൽ ഇന്ന് രാത്രി അതിന് ഒരു പ്രതിഫലമില്ലാത്തത് കൊണ്ട് വേദനപ്പെട്ടിരിക്കുന്നവരാരെങ്കിലും ഇതിന്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാനല്ല, പരിശുദ്ധ ആത്മാവ് ശക്തമായ ദൈവത്തിന്റെ ദൂത് പറയുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥന നിർത്തണ്ട, ഉപവാസം നിർത്തണ്ട, കണ്ണുനീര് വെറുതെയല്ല. നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലം ഉണ്ടാകും, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകും. വിശ്വസിക്കുന്നു ഈ രാത്രി പരിശുദ്ധ ആത്മാവ് ചിലരോട് വ്യക്തിപരമായി ഈ രാത്രി ഈ ദൂത് പറയുന്നു. ശബ്ദമൊക്കെ ഇരിക്കുന്ന രാത്രി ആവേശത്തോടെ പറയണമെന്നുണ്ട്. പക്ഷെ ഇന്ന് രാത്രി എന്റെ ശരീരം അതിനെ അനുവദിക്കുന്നില്ല. ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, വേദനപ്പെടണ്ട, നിരാശപ്പെടണ്ട. പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി, പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി, എന്തേ വന്നില്ല, എന്തേ രക്ഷിക്കപ്പെട്ടില്ല? ഇന്ന് രാത്രി ആത്മാവ് പറയുന്നു, തളർന്ന കൈകളെ, കുരഞ്ഞ കുരങ്കാലുകളെ ഈ രാത്രി നിവർത്തിക്കൊള്ളുക. നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി, നിന്റെ കണ്ണുനീരിന്റെ ഫലമായി ചിലതിനെ നിനക്ക് തരാം. ഈ രാത്രി ഞാനല്ല, പരിശുദ്ധ ആത്മാവ് വചനത്തിന്റെ ഉറപ്പ് തരുന്നു. എത്ര പേർ വിശ്വസിക്കുന്നു? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നൊരു ദൂത് ഞാൻ പറയുന്നത് രാത്രി കേട്ടോ, എഴുതി വെച്ചു. ദൈവത്തിന്റെ സ്തോത്രം. അനന്യാസ് ദമസ്കോസിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ കർത്താവിന്റെ കർത്താവ് അനന്യാസിനോട് പറയാ, നീ പോയി ശൗലിന്റെ തലയിൽ കൈവച്ചു പ്രാർത്ഥിക്കുക. അവൻ കണ്ണ് കാണാൻ വയ്യാതിരിക്കുക. നീ ചെന്ന് പ്രാർത്ഥിക്കുന്നത് അവൻ ദർശനത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. എന്റെ ചോദ്യം ഇത്, അനന്യാസ് കർത്താവിനോട് പറയുന്നു, ദൈവമേ, അവനെ യെരൂശലേമിൽ നിന്ന് വരുന്നത് ഞങ്ങൾ അറിഞ്ഞു. ഞങ്ങളെ പിടിച്ചു കെട്ടാനുള്ള കയറുണ്ട്. മഹാപുരോഹിതന്മാരുടെ അധികാരവർഗം, അധികാരപത്രമുണ്ട്. അപ്പോ പരസ്യമായിട്ട് ആ ശൗൽ വരുന്നത് രഹസ്യമായിട്ടല്ല. അപ്പൊ ദൈവം അനന്യാസിനോട് പറയുക, നീ അവന്റെ തലയിൽ പോയി കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിന്റെ പ്രാർത്ഥനയുടെ ഫലമായി ഓരോരുത്തരെ ഞാൻ കുരുക്കിയിട്ടുണ്ട്. പ്രാർത്ഥനയുടെ മറുപടിയെ നിന്റെ കണ്ണുകൊണ്ട് കണ്ടു, നിന്റെ കൈകൊണ്ട് പിടിച്ചു. ഇന്ന് രാത്രി ആത്മാവ് ശക്തമായി ഈ വചനത്തിന്റെ
മഹത്വപ്പെടുത്തിയൊരു ഭാഗമുണ്ട്. അന്നത്തെ കാലത്ത് ഏറ്റവും പൈശാചിക ശക്തികൾ കൂട്ടിയിരുന്ന സ്ഥലമായിരുന്നു എഫെസോസ്. അർത്തമിസ് മഹാദേവിയുടെ പ്രധാനപ്പെട്ട ക്ഷേത്രമുള്ള സ്ഥലം. അവിടെ ധന്യനായ പൗലോസ്ലീഹ ചെന്നു. പൗലോസിലൂടെ അസാധാരണമായ വീര്യപ്രവൃത്തികൾ പരിശുദ്ധാത്മാവ് പട്ടണത്തിൽ ചെയ്തു. അതിന്റെ പരിണിത ഫലം നിങ്ങൾക്ക് കേൾക്കണോ? എഫെസോസ് എന്ന ആ ദേശത്ത് വ്യാപരിച്ച പൈശാചിക ശക്തിയുടെ ആ വ്യാപാരം തിരിച്ചറിയണമെങ്കിൽ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി. മാനസാന്തരപ്പെട്ട ക്ഷുദ്രക്കാര്, മന്ത്രവാദികൾ പൗലോസിന്റെ കയ്യിലെ മന്ത്രവാദ പുസ്തകങ്ങൾ താലിയോല കെട്ടുകൾ കൊണ്ട് കൊടുത്തു. അത് തീക്കകത്തിട്ടപ്പോ വെന്തു വെണ്ണീറായി. അവസാനം അതിന്റെ വില ഒന്ന് കണക്ക് കൂട്ടിയപ്പോ എന്തേറെ ഉണ്ടായിരുന്നെന്നറിയാമോ? 50,000 വെള്ളിക്കാശ്. 50,000 വെള്ളിക്കാശ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സങ്കല്പങ്ങൾക്ക് അപ്പുറമാ. ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഏറ്റവും നല്ല കൂലി കൊടുക്കുന്നതാണ് നമ്മുടെ പൊന്നു കർത്താവ്. യേശു കർത്താവ് പറഞ്ഞൊരു ഉപമ നിങ്ങൾ പഠിച്ചിട്ടില്ലേ? തന്റെ മുന്തിരിത്തോട്ടത്തിൽ വേലക്കാരെ വിളിച്ചാക്കാൻ അതിരാവിലെ പുറപ്പെട്ടൊരു വീട്ടുടമസ്ഥൻ അദ്ദേഹം കൂലിക്കാരുമായി കൂലി പറഞ്ഞു വേലക്കാരുമായി. എന്താ? ഓജസ്സുള്ള തേജസ്സുള്ള ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ പ്രഭാതം മുതൽ പ്രദോഷം വരെ കഠിനാധ്വാനം ചെയ്താൽ അദ്ദേഹത്തിന് കിട്ടുന്നത് 1 വെള്ളിക്കാശ. ദൈവത്തിന് നന്ദി. ഒരു മനുഷ്യനെ ഒരു ദിവസം നന്നായി വേല ചെയ്താൽ കിട്ടുന്ന ഏറ്റവും വലിയ കൂലി അന്ന് 1 വെള്ളിക്കാശ. അങ്ങനെയാണെങ്കിൽ 1 വെള്ളിക്കാശ ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ നല്ല കൂലിയെങ്കിൽ 50,000 വെള്ളിക്കാശ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ സമ്പാദിക്കണമെങ്കിൽ പല ജന്മങ്ങൾ അവന് വേണ്ടി വരും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? എഫെസോസ് എന്ന ഒരു ചെറിയ പട്ടണത്തിന്റെ അകത്ത് മന്ത്രവാദികൾ മാനസാന്തരപ്പെട്ടപ്പോ അവരുടെ കയ്യിൽ വെച്ചിരുന്ന മന്ത്രവാദ കെട്ടുകൾ വെന്തു വെണ്ണീറായപ്പോ അതുമാത്രം 50,000 വെള്ളിക്കാശിന്റെ മന്ത്രവാദ കെട്ടുകൾ ഉണ്ടായിരുന്നെങ്കിൽ ആ ചെറിയ പട്ടണത്തിന്റെ അകത്ത് വ്യാപരിച്ച ദുരാത്മാവിന്റെ ശക്തികൾ, ആ ചെറിയ പട്ടണത്തിന്റെ അകത്ത് വ്യാപരിച്ച പൈശാചിക ശക്തികൾ, ആ പൈശാചിക ശക്തികളെ തകർത്തുകൊണ്ടല്ലേ സുവിശേഷം അതിന്റെ അക്ഷയമായ ശക്തി അവിടെ വെളിപ്പെടുത്തിയതെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിക്കുമായിരുന്നു. സുവിശേഷത്തിന് തകർക്കാൻ കഴിയാത്ത പൈശാചിക ശക്തികളില്ല. സുവിശേഷത്തിന് തകർക്കാൻ കഴിയാത്ത പാരമ്പര്യത്തിന്റെ മതിൽ കെട്ടില്ല. എത്ര പേര് വിശ്വസിക്കുന്നു? രാത്രി ഞാൻ പറഞ്ഞല്ലോ, ഇന്നലത്തെ പോലെ ഒരു സന്ദേശമല്ല ഇന്ന് രാത്രി നിങ്ങൾക്ക് കൈമാറാൻ പരിശുദ്ധാത്മാവ് എനിക്ക് നിയോഗം തന്നിട്ടുള്ളത്. ഇന്ന് രാത്രി ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ വചനം, ഇന്ന് രാത്രി ഞാൻ ഉരുവിടുമ്പോൾ തന്നെ വചനം അയച്ച് വിടുവിക്കുന്ന ദൈവം പാരമ്പര്യത്തിന്റെ മതിൽക്കെട്ടുകളെ ഇന്ന് രാത്രി തകർക്കുന്ന രാത്രിയാകട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എത്ര പേര് ഇന്ന് രാത്രി വിശ്വസിക്കുന്നു? വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്നു. അഭിഷേകം പ്രാപിച്ച ദൈവത്തിൽ ഇന്ന് രാത്രി ആധാരം ചലിപ്പിച്ച് കടമടിച്ച് ശക്തിയോടെ ഇന്ന് രാത്രി ദൈവത്തിന് സ്വന്തം ചെയ്യുക. ആരാധനയാലും പ്രാർത്ഥനയാലും വചനത്തിന്റെ ശക്തിയാലും ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അത്ഭുതമായി ചെയ്യണമേ. ഞാൻ അതിനെ ഒന്ന് തെളിയിച്ചു തരാം. തെളിയിക്കാതെ പോയാൽ ശരിയല്ലല്ലോ. 1 തെസ്സലോനിക്ക ലേഖനം എഴുതും. 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. അതിന്റെ തെളിവാ ഒന്ന് വായിച്ചു കൊടുക്കാം. എനിക്ക് പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് അവിടെ അടിവരയിടേണ്ടതാ. നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. 9-ാമത്തെ വാക്യം ഒത്തിരി ആത്മീക ചിന്തകൾ ദൈവശാസ്ത്രപരമായ പഠനങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യമാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അതിന്റെ ലളിതമായ അർത്ഥമിതല്ലേ? തെസ്സലോനിക്ക പട്ടണം വിടുവിക്കപ്പെടുക എന്നുള്ളത് മാനുഷികമായി അസാധ്യമായ കാര്യമായിരുന്നു. അതുകൊണ്ട് പറയുന്നത് നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് എങ്ങനെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. മാനുഷികമായി അത് അസാധ്യമെങ്കിലും സുവിശേഷത്തിന് അത് അസാധ്യമല്ല.
ശ്രീകായുടെ കാലിൽ പതിഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ടിട്ട് സഭ അവിടെ ഉടലെടുത്തു. ആത്മാവിലും സത്യത്തിലും അവർ ദൈവത്തെ ആരാധിച്ചു. പൗലോസിന്റെ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ഒരു തലമിതാണ്. പൗലോസ് എവിടൊക്കെ ചെന്നാലും ദൈവത്തിന് സ്തോത്രം, അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ദൈവിക സ്പർശനത്താലും രക്ഷാനിർണയത്തിലേക്ക് വരുന്ന ദൈവകൃപയിലേക്ക് വരുന്ന ദൈവമക്കളെ നന്നായി വചനം പഠിപ്പിക്കുവാൻ പൗലോസ് ഉത്സാഹിച്ചിരുന്നു. അതിന്റെ മനോഹരമായ തെളിവാണ് ദൈവത്തിന് സ്തോത്രം എഫെസോസിലുള്ള ദൈവത്തിന്റെ സഭ. അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. തുറന്നോസിന്റെ പാഠശാലയിൽ 2 വർഷത്തിലധികം അവരെ ആഴമായ ദൈവവചന പഠനത്തിലേക്ക് പൗലോസ് നയിക്കുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ തെസ്സലോനിക്കയിലുള്ള സഭയിലുള്ള ദൈവമക്കളെ അങ്ങനെ സമയം വേർതിരിച്ച് വചനം പഠിപ്പിക്കുവാനുള്ള അവസരം പൗലോസിന് കിട്ടിയില്ല. ദൈവത്തിന് സ്തോത്രം. മറ്റു സ്ഥലത്തു നിന്ന് വന്ന യഹൂദന്മാര് അവിടെയുള്ള മനുഷ്യരെ ഇളക്കി 3 ശബത്തിൽ മാത്രമാണ് പൗലോസ് അവിടെ വചനം പ്രസംഗിച്ചത്. ഭക്തിയുള്ള ആ മാന്യ സ്ത്രീകളെ യമനന്മാരിൽ നിന്നൊരു വലിയ സമൂഹം, അങ്ങനെ 100 കണക്കിന് ആൾക്കാർ പൗലോസിന്റെ ശുശ്രൂഷയാൽ അവിടെ ദൈവകൃപയിലേക്ക് വന്നു. എന്നാൽ യാസോൻ എന്ന് പറയുന്ന ആ ദൈവമനുഷ്യന്റെ വീട്ടിലാണ് പൗലോസ് പാർത്തത്. പൗലോസ് ഇല്ലാത്ത ഒരു സമയത്ത് യഹൂദന്മാര് നിരക്കത്ത് നടക്കുന്നവരെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിട്ട് യാസോന്റെ വീട് വളഞ്ഞ് യാസോനെയൊക്കെ വലിച്ചിഴച്ച് നഗരാധിപന്മാരുടെ മുമ്പിൽ കോർട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് പറയുന്നു, ഭൂലോകത്തെ കലഹിപ്പിച്ചവർ ഇവിടെ എത്തി. യാസോൻ അവർക്ക് താമസിക്കാൻ അവസരം കൊടുത്തു. കൈസറല്ല, യേശുവാണ് രാജാവെന്ന് പ്രസംഗിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റം വരെ ചുമത്തത്തക്ക നിലയിൽ അതിസങ്കീർണമായ പ്രശ്നങ്ങൾ അവിടെ ഉടലെടുത്തു. അതുകൊണ്ട് തന്നെ അന്ന് രാത്രി തന്നെ ദൈവത്തിന് സ്തോത്രം പൗലോസിനും മറ്റു ദൈവദാസന്മാർക്കും ആ തെസ്സലോനിക്ക പട്ടണത്തിൽ നിന്ന് പോകേണ്ടി വന്നു. അവര് നേരെ അവിടെ നിന്ന് ബെരോവയിലേക്ക് പോയി. ബെരോവയിൽ നിന്ന് ദൈവത്തിന് സ്തോത്രം അഥേനയിലേക്ക് പോയി. അഥേനയിൽ നിന്ന് കൊരിന്തിലേക്ക് പോയി. ദൈവത്തിന് സ്തോത്രം. പൗലോസ് ലീഗ തെസ്സലോനിക്ക സഭയിൽ നിന്ന് പോയ ഉടനെ അസാധാരണമായ പ്രശ്നങ്ങളുടെ കൊടുങ്കാറ്റുകൾ ആ ദൈവസഭയ്ക്കെതിരെ ആഞ്ഞടിച്ചു. യവനന്മാരിൽ നിന്ന് അസാധാരണ ശാരീരിക ഉപദ്രവങ്ങൾ ദൈവത്തിന് സ്തോത്രം തെസ്സലോനിക്ക സഭയിലെ ദൈവമക്കൾക്കുണ്ടായി. അത് മാത്രമല്ല, ആ വിശ്വാസത്തിന്റെ അഗ്നിപരിശോധന എന്ന വണ്ണം അവരുടെ ഉറ്റവർ പ്രിയപ്പെട്ടവർ പലരും പൊടുന്നനവേ ഈ ഭൂമിയിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അകാല വേർപാട് നിമിത്തമുണ്ടായ മാനസിക വ്യഥകൾ, പുറമേ നിന്നുണ്ടായ പീഡനങ്ങൾ നിമിത്തമുള്ള ശാരീരിക വ്യഥകൾ, ഇതെല്ലാം നിമിത്തം വിശ്വാസത്തിൽ ആ ദൈവത്തിന്റെ സഭ ആടി ഉലയാൻ തുടങ്ങി. അതിന്റെ മനോഹരമായ തെളിവാണ് 1 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം അതിന്റെ 10-11 വാക്യങ്ങൾ ഞാൻ തന്നെ വായിച്ചു വിടാം. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. ഒന്നുകൂടെ വാക്യം വായിക്കാം. ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർക്കാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. നമ്മുടെ ദൈവവും പിതാവുമായവനും നമ്മുടെ കർത്താവായ യേശുവും ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ വഴി നിരത്തി തരുമാറാകട്ടെ. പൗലോസ് താൻ ആയിരിക്കുന്ന സ്ഥലത്ത് വെച്ച് അറിയുന്നു, തെസ്സലോനിക്ക സഭ ചില പ്രശ്നങ്ങളുടെ വേലിയേറ്റത്തിലൂടെ കടന്നുപോകുകയാണ്. ശാരീരികമായ പീഡനങ്ങൾ, മാനസികമായ വ്യഥകൾ, ഇതിന്റെ നടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വിശ്വാസത്തിൽ ആടി ഉലഞ്ഞ് വിശ്വാസത്തിൽ അവര് കുറവുള്ളവരായപ്പോൾ താൻ ആയിരിക്കുന്ന സ്ഥലത്ത് നിന്ന് വീണ്ടും ഈ സഭയിലേക്ക് വരാൻ പൗലോസ് ആഗ്രഹിച്ചപ്പോൾ അതിനെ സംബന്ധിച്ചാണ് നമ്മുടെ കുറിവാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ സഹോദരന്മാരെ, ഞങ്ങൾ വിശേഷാൽ പൗലോസായ ഞാൻ 1-2 പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരുവാൻ ആഗ്രഹിച്ചു. എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി മറന്നു കളയരുത്. അഭിഷക്തന്മാരെ, ദൈവമക്കളെ, നമ്മുടെ ഭൗതിക കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, നമ്മുടെ ജഡം കൊണ്ട് നമുക്ക് ഏറ്റുമുട്ടാൻ കഴിയാത്ത ഒരു പൈശാചിക വ്യാപാരം ഈ അദൃശ്യ മണ്ഡലത്തിലുണ്ട്. നിന്റെ ശുശ്രൂഷയ്ക്ക് വിരോധമായി, നിന്റെ സഭയ്ക്ക് വിരോധമായി, നിന്റെ തലമുറകൾക്ക് വിരോധമായി, നിന്റെ ആത്മീക നന്മകൾക്ക് വിരോധമായി, നിന്റെ ഭൗതിക നന്മകൾക്ക് വിരോധമായി, നിന്റെ ശാരീരിക മാനസിക തലങ്ങൾക്ക് വിരോധമായി ഇന്ന് രാത്രി ഉയർന്നു നിൽക്കുന്ന അന്ധകാര ശക്തികൾ എത്ര പ്രബലമെങ്കിലും ഇന്ന് രാത്രി ഞാൻ പറയാം, അതിനെ തകർക്കുന്നൊരു ദൈവം, കഴിവുള്ളൊരു ദൈവം ഇന്ന് രാത്രി ഉയരത്തിൽ ജീവിക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? ശക്തി
വിശ്വസിക്കുന്നു ഇത് കേവലം ഒരു പ്രസംഗത്തെക്കാൾ ഈ വചന ശുശ്രൂഷയാൽ ഇന്നു രാത്രി ശത്രു കെട്ടിപ്പൊക്കിയ ചില മതിലുകളെ ദൈവാത്മാവ് താഴ്ത്തുന്നു. ചില തടസ്സങ്ങളെ ഇന്നു രാത്രി അയച്ചു മാറ്റുന്നു. അതെന്റെ പേരും നിങ്ങളുടെ പേരും ഈ രാത്രി ചെയ്യാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് ഈ രാത്രി ആത്മാവ് ദൂത് പറയുന്നു. വിശ്വസിക്കുന്നവർക്ക് ഇനി ശാന്തമായിട്ട് നമുക്കൊന്ന് നിന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ ചിന്തയിൽ ആരായി പറയുന്നതെന്നുള്ള ചിന്ത, പറയുന്ന ആളെ ശ്രദ്ധിക്കണം. പറയുന്നത് പൗലോസാണ്. അതൊന്ന് പറഞ്ഞിട്ട് വേണ്ടേ, വിശകലനം ചെയ്തിട്ട് വേണ്ടേ മുന്നോട്ട് പോകാൻ. പൗലോസിനെ പോലൊരു മനുഷ്യന്റെ യാത്രയെ പിശാച് തടയുക എന്നൊക്കെ പറയുന്നത് മാനുഷികമായി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ആരാ പൗലോസ്? പൗലോസ് പറയുന്നു, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കാൻ ദൈവം എനിക്കൊരു ശൂലം തന്നിരിക്കുക. അല്പം കൂടെ വളരെ ശാന്തമായി ആ ഭാഗം ഒന്ന് ചിന്തിക്കണം. ആ ശൂലം ഒന്ന് മാറ്റിക്കിട്ടാൽ ഒരു പ്രാവശ്യമല്ല പൗലോസ് പ്രാർത്ഥിച്ചത്, 3 പ്രാവശ്യം പൗലോസ് പ്രാർത്ഥിച്ചു. ഒന്നാമത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നോ എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നു, ദൈവം നോ എന്ന് പറഞ്ഞ ഒരു കാര്യം രണ്ടാമതും മാറ്റിത്തരണേ എന്ന് പറയണമെങ്കിൽ ആ മനുഷ്യൻ അനുഭവിച്ച വേദന എത്ര ഭയാനക. രണ്ടാമത് എന്നപ്പോഴും ദൈവം പറഞ്ഞില്ല. ആ മനുഷ്യൻ ദൈവത്തിന് അത് മാറ്റിത്തരാൻ പദ്ധതിയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പൗലോസിനെ പോലൊരു മനുഷ്യൻ മൂന്നാമതും ചെന്ന് ദൈവമേ കൃപ തോന്നി അതൊന്ന് മാറ്റിത്തരണമേ എന്ന് പറയണമെങ്കിൽ ആ മനുഷ്യൻ തന്റെ ശരീരത്തിൽ അനുഭവിച്ച ആ ശാരീരിക വ്യഥ എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പങ്ങൾക്ക് അപ്പുറത്ത്. എത്ര പേർക്ക് രാത്രി മനസ്സിലാകുന്നുണ്ട്? സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യനെ കൊണ്ട് താങ്ങാൻ എത്രത്തോളം പറ്റുമോ അത്രത്തോളമുള്ള പ്രതിസന്ധികളുടെ നടുവിലൊന്നും അങ്ങനെ പ്രതികരിക്കുന്ന മനുഷ്യനല്ല പൗലോസ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ അറിയണം, ശൂലം 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 എന്നൊക്കെ വായിക്കുമ്പോൾ നമ്മളത് പറഞ്ഞു വിടുമ്പോൾ പറയാനും കേൾക്കാനും നല്ലതാണെങ്കിലും ഒരു കാര്യം കൂടെ ഒന്ന് അടിവരയിട്ടിയും പറയുക. ദൈവം നോ എന്ന് പറഞ്ഞൊരു കാര്യം 3 പ്രാവശ്യം നിറകണ്ണുകളോടെ ഒന്ന് മാറ്റിത്തരണേ എന്ന് ദൈവത്തോട് പറയണമെങ്കിൽ ആ മനുഷ്യനെ കൊണ്ട് താങ്കൾ കഴിയാത്തതായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അനുഭവിച്ച മാനസിക വ്യഥ, അദ്ദേഹം ശരീരത്തിൽ അനുഭവിച്ച ശാരീരിക പീഡ എത്ര പേർക്ക് മനസ്സിലാകുന്നു? കരമേറ്റി ഒരിക്കൽ കൂടി അടുത്ത ചോദ്യം ഇല്ല. പൗലോസിനെ പോലൊരു ദൈവ മനുഷ്യൻ ദൈവത്തോടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ ആ വിഷയത്തിൽ ദൈവത്തിന് മറുപടി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എന്താ അങ്ങനെ പറയാൻ കാരണം? പൗലോസിന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഞാൻ പറയാം. ദൈവത്തിന് സ്തോത്രം. പൗലോസിനെ കുറിച്ചൊക്കെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് കട്ടിലൊക്കെ കിടക്കുമ്പോൾ എന്റെ മനസാക്ഷിക്ക് ഒരു പെടച്ചിലുണ്ടാകാറുണ്ട്. എന്താണെന്നറിയോ? അങ്ങനെ ഒരു ദൈവ മനുഷ്യന്റെ പേര് പോലും എന്റെ നാക്കിൽ എടുക്കാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല. ദൈവത്തിന് സ്തോത്രം. അത് ഞാൻ വ്യക്തമാക്കാം. പൗലോസ് ഒരിക്കൽ ദൈവത്തോട് പറയുക. എന്താ പറയുന്നത് അറിയാമോ? ദൈവമേ ഹല്ലേലൂയ, യഹൂദന്മാരെ മുഴുവൻ അങ്ങ് രക്ഷിക്കണം. യഹൂദന്മാരെ മുഴുവൻ രക്ഷിക്കാൻ റോമാലേഖനത്തിലുള്ള വാക്യം, യഹൂദന്മാരെ മുഴുവൻ രക്ഷിക്കാൻ അങ്ങ് എന്നോട് ആവശ്യപ്പെടുക എന്നിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അതിന് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന ആ നല്ല പദപ്രയോഗം ഇതാ, ഞാൻ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകാൻ ഇച്ഛിക്കുമായിരുന്നു. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? യഹൂദന്മാരെ മുഴുവൻ ദൈവം രക്ഷിക്കാൻ ഞാൻ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകാൻ ഇച്ഛിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ആ വാക്യത്തിന്റെ അർത്ഥം എന്താ? പിന്മാറ്റത്തിൽ പോകുന്നതാണോ? അല്ല, പിന്മാറ്റത്തിൽ പോകുന്നല്ല. അതിനേക്കാൾ അല്പം കൂടെ കടുപ്പ്. അതിന്റെ കടുപ്പ് എന്താ? ദൈവമേ അങ്ങ് എന്നൊന്ന് പറയാതിരിക്കട്ടെ, പൗലോസേ ഞാൻ യഹൂദന്മാരെ മുഴുവൻ രക്ഷിക്കാം, പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, നീ നരകത്തിലോട്ട് പോകണം. നീ നരകത്തിൽ പോകുകയാണെങ്കിൽ ഞാൻ യഹൂദന്മാരെ രക്ഷിക്കാം എന്നൊരു നിബന്ധന അങ്ങന്റെ മുമ്പിൽ വെച്ചാൽ അവര് മുഴുവൻ രക്ഷിക്കപ്പെടുവാൻ അവർക്ക് വേണ്ടി നരകത്തിൽ പോകാനും ഞാൻ തയ്യാറാണെന്നല്ലേ ആ വാക്കിന്റെ അർത്ഥം. വല്ലതും മനസ്സിലായോ? അത്ര ആത്മഭാരമുള്ള മനുഷ്യനാ ധന്യനായ പൗലോസ്ലീഹ. അല്പം കൂടുതൽ ലളിതമായി പറഞ്ഞാലേ മനസ്സിലാക്കുള്ളൂ. ദൈവത്തിന് ഈ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപരസനാകാം എന്ന് പറഞ്ഞാല് ഒന്നുകൂടെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരാളോട് ഞാൻ ചോദിച്ചു, സ്വർഗത്തിൽ പോകണ്ടെന്ന്.
ഉടനെ അങ്ങനെ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററെ, സ്വർഗത്തിൽ പോകണ്ടേന്നു. അതെന്നാ ചോദ്യം? അതിനല്ലേ നമ്മൾ ഇറങ്ങിയത്? അതിനല്ലേ ഈ നിന്ന സഹിക്കുന്നത്? ഞാൻ ചോദിച്ചു, ആകട്ടെ, എന്തിനാ സ്വർഗത്തിൽ പോകുന്നത്? ഉടനെ പച്ചപ്പരമാർത്ഥി എന്നോട് പറഞ്ഞ മറുപടി കേൾക്കണോ? എൻ്റെ പാസ്റ്ററെ, സ്വർഗം അല്ലെങ്കിൽ പിന്നെ നരകമേ ഉള്ളൂ. അപ്പൊ സ്വർഗത്തോട് പ്രത്യേകിച്ച് താല്പര്യം ഉള്ളത് കൊണ്ടല്ല, നരകത്തിൽ പോകാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അങ്ങോട്ടങ്ങ് പോകാൻ വെച്ചത്. പണ്ട് സൺഡേ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ ലാസറിന്റെ ധനവാന്റെയും കഥ സൺഡേ സ്കൂൾ അധ്യാപകൻ വൈകാരികമായി കുഞ്ഞുങ്ങളോട് ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ തുള്ളികൾ ഇറ്റിറ്റിറ്റ് വീണുകൊണ്ടിരിക്കുക. അധ്യാപകന് മനസ്സിലായി ഈ സമയത്ത് ഒരു സമർപ്പണത്തിലേക്ക് നയിച്ചാൽ അവർ സമർപ്പണത്തിലേക്ക് നയിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അധ്യാപകൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാൻ മുമ്പ് കുഞ്ഞുങ്ങളെ, എനിക്ക് നിങ്ങളോട് ചോദ്യം ചോദിക്കണം. നിങ്ങൾക്ക് ഇവരിൽ ആരെ പോലാകണം? 5 പേരേ ഉള്ളൂ. 4 പേരും പറഞ്ഞു, സാറേ നമുക്ക് ലാസറിനെ പോലാകണം. ഒരു മിടുമുടുക്കൻ അവിടെ ഇരുന്നോണ്ട് പറഞ്ഞു, എന്റെ പൊന്നു സാറേ, എനിക്ക് ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ധനവാനെ പോലെ, മരിച്ചങ്ങ് ചെന്ന് കഴിയുമ്പോൾ ലാസറിനെ പോലെയായാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യന്റെ ചിന്താഗതിയെ ഇന്ന് രാത്രി ഞാൻ ഈ പറയുന്നത്. ആരും സ്വർഗത്തിൽ പോകാൻ ഇച്ഛിക്കുന്നത് സ്വർഗത്തോട് പ്രത്യേകിച്ച് താല്പര്യം ഉള്ളത് കൊണ്ടല്ല, നരകത്തിൽ പോകാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. പക്ഷെ ഇന്ന് രാത്രി ദൈവമക്കൾ അറിയണേ, നമ്മൾ ആരും സ്വർഗത്തിൽ പോകാനിരിക്കുന്നത് അവിടെ മുത്തുപവിഴം, മാണിക്യമൃതകം, ഗോമേതകം, പുഷ്യരാഗമിത്ര നീലം എന്നിങ്ങനെ നഗവർണ്ണികളോട് കൂടെ തീർത്ത സ്വച്ഛസ്ഫടിക തുല്യമായ തങ്കത്താരിക കൂട്ടങ്ങളോട് കൂടിയ പുത്തനാദൃശ്യമുള്ളത് കൊണ്ടല്ല, ദൂതന്മാരുള്ളത് കൊണ്ടല്ല, പിതാക്കന്മാരും മാതാക്കളും ഉള്ളത് കൊണ്ടല്ല. അതൊക്കെ ഒരു കാര്യമാണെങ്കിലും നമ്മൾ സ്വർഗത്തിൽ പോകാനിരിക്കുന്നത് നമുക്ക് വേണ്ടി മുഴുവൻ ക്രൂശിലൂട്ടി തന്ന നമ്മുടെ രക്ഷിതാവുള്ളത് കൊണ്ടാണ്. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് യേശുവിന്റെ സാന്നിധ്യമാണെന്ന് തിരിച്ചറിയുന്ന ദൈവമേ, നരകത്തെ നരകമാക്കുന്നത് മുഴുവല്ല, തീയല്ല, കൃമിയല്ല, യേശുവിന്റെ സാന്നിധ്യമില്ലായ്മയാണ്. ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകാൻ ഇച്ഛിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവരെ മുഴുവൻ രക്ഷിക്കപ്പെടുവാൻ ഇവർക്ക് വേണ്ടി വേണമെങ്കിൽ ഞാൻ നരകത്തിലും പോകാം. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നതിന്റെ ആശയം അതിന്റെ തനതായ നിലയിൽ മനസ്സിലാകുന്നുണ്ട്? ഒരു ജനല രക്ഷിക്കപ്പെടാൻ അവർക്ക് വേണ്ടി വേണമെങ്കിൽ നരകത്തിൽ പോകാമെന്നും ആത്മഭാരത്തോടും സമർപ്പണത്തോടും പറഞ്ഞ ഒരു ദൈവ മനുഷ്യന്റെ പ്രാർത്ഥനയിൽ നോ എന്ന് പറയാൻ എന്റെ ദൈവത്തെ കൊണ്ട് കഴിയുമോ? എത്ര പേർക്ക് ഇന്ന് രാത്രി മനസ്സിലാകുന്നുണ്ട്? ഒരിക്കൽ കൂടി ശക്തിയോടെ പക്ഷേ എന്നിട്ടും ദൈവം പറയുന്നു, ഞാനിത് മാറ്റി തരികയില്ല, എന്റെ കൃപ നിനക്കും എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. എന്റെ രാത്രി എന്റെ ചോദ്യം, ഈ ദൈവ മനുഷ്യൻ ഇത്രയും സമർപ്പണമുള്ള ആത്മഭാരമുള്ള ആ കർത്താവിന്റെ ദാസൻ ഒന്നല്ല 3 പ്രാവശ്യം നിറകണ്ണുകളോടെ ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടും ആ വിഷയത്തിൽ ദൈവം ഇടപെടാതെ വീണ്ടും നോ എന്ന് പറയാനുള്ള കാര്യം എന്താ? ഇവൻ ഒരു മനുഷ്യനല്ലേ? മനുഷ്യനായ ഇവനിൽ ഇത്രയും ദൈവകൃപയുടെ വ്യാപാരം അയച്ചാൽ ഇവൻ നിഗളിക്കുമോ എന്ന് ദൈവത്തിന് തോന്നിയിട്ട് ദൈവം അവന്റെ ബലഹീനത മാറ്റാതെ ശൂലത്തിന് വീണ്ടും അനുവദിക്കണമെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ തിരിച്ചറിയണം, പൗലോസിൽ വ്യാപരിച്ച ദൈവകൃപ നമ്മുടെ സങ്കല്പങ്ങൾക്ക് പുറത്താ, നമ്മുടെ ചിന്തകൾക്ക് പുറത്താ. മനസ്സിലാകുന്നു? എന്റെ ഒരു ലളിതമായ ചിന്ത, ഞാൻ ചിന്തിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൂടെ വരുന്നുണ്ടോ? ലളിതമായി ഞാൻ പറയുന്നു, പൗലോസിനെ പോലെ ഇത്ര സമർപ്പണമുള്ള ആത്മഭാരമുള്ള ഒരു ദൈവ മനുഷ്യൻ കണ്ണുനീരോടെ ദൈവത്തോട് ഈ ശൂലമൊന്ന് മാറ്റിത്തരണമെന്ന് പറഞ്ഞാൽ ദൈവത്തിന് ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല. തന്റെ ദാസൻ വേദനയോടെ ആവശ്യപ്പെട്ടിട്ടും ആ വിഷയത്തിൽ ദൈവം ഇടപെടാതെ മൗനമായിരിക്കണമെങ്കിൽ അവന് ദൈവകൃപയുടെ ആഴം അത്ര വലുതായിരുന്നു. മിക്കവാറും എല്ലാ ഭൂഖണ്ഡങ്ങളിലും കടന്നുപോയ അനുഗ്രഹീതനായ മിഷണറി വര്യൻ ഫെലിക്സിനെ പോലെ, ക്രിസ്തോസിനെ പോലെയുള്ള ന്യായാധിപന്മാരും, അഗ്രിപ്പ രാജാവിനെ പോലെയുള്ള രാജാക്കന്മാരും മണിക്കൂർ
ഉജ്ജ്വല വാഗ്മിയായിരുന്നു പൗലോസ്. പൗലോസിന്റെ ദേഹത്ത് കിടക്കുന്ന ഉത്തരീയവും റൂമാലും കൊണ്ട് രോഗികളുടെ മേലിട്ടാൽ രോഗികൾ സൗഖ്യമാകുമായിരുന്നു. അത്ര രോഗശാന്തി വരപ്രാപ്തനായിരുന്നു പൗലോസ്. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പറുദീസായോളം എടുക്കപ്പെട്ട മനുഷ്യനായിരുന്നു പൗലോസ്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹല്ലേലൂയ. ഇനി അടുത്തത്, എന്റെ പ്രസംഗം കേട്ട് നിങ്ങൾ ആരെങ്കിലും ഉറക്കം തൂങ്ങി വീണ് ചത്താൽ, അനുശോചനം പറഞ്ഞിട്ട് ഞാൻ എന്റെ പണി നോക്കുന്നുള്ളതല്ല, അതിന്റെ അപ്പുറത്തൊന്നും നടക്കാൻ പോകുന്നില്ല. പൗലോസിന്റെ പ്രസംഗം കേട്ട് യൂത്തിക്കോസ് മാളിക ആ മുറിയുടെ ആ വാതിൽ വഴി താഴേക്ക് വീണപ്പോ അനുശോചനം പറഞ്ഞ് വീട്ടിൽ പോയെന്നല്ല, ഓൺ ദ സ്പോട്ടിൽ അവനെ തഴുകിയെടുപ്പിച്ച മനുഷ്യനെ പൗലോസ്. എത്ര പേർക്ക് മനസ്സിലാവുന്നു? എന്റെ സഹോദരങ്ങളെ, പുനരുദ്ധാനത്തിന്റെ ശക്തി, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തവരെ ഉള്ളതിനെ പോലെ വിളിച്ചു വളർത്തുകയും ദൈവത്തിന്റെ ശക്തി പൗലോസിനെ പോലെ മൺകൂടാരത്തിൽ അനുഭവിച്ചവർ ആരാ ഉള്ളത്? ഞങ്ങൾക്ക് തെളിയിച്ചു തരാം. പൗലോസ് ലുസ്ത്രയിൽ ചെന്നു. ഇക്കോനിയിൽ നിന്നും അന്ത്യോക്യയിൽ നിന്നും വന്ന യഹൂദന്മാരെ, അവിടെയുള്ള മനുഷ്യരെ എല്ലാം കൂടെ വശത്താക്കി. എന്നിട്ട് എന്താ ചെയ്തെന്നറിയാമോ? ഒരു സമൂഹം ആ മനുഷ്യനെ കല്ലെറിഞ്ഞു. ഒരു സമൂഹം ഒരു മനുഷ്യനെ കല്ലെറിയുമ്പോ ഇന്നിടത്ത് എറിയാവുന്ന വല്ല നിബന്ധനയുണ്ടോ? ഉച്ചി മുതൽ ഉള്ളങ്കാലു വരെ മുഴുവൻ കല്ലേറേറ്റു. ദൈവത്തിന് നന്ദി. അദ്ദേഹത്തിന്റെ അസ്ഥികൾ മുഴുവൻ ഒടിഞ്ഞു നുറുങ്ങി, മാംസം കീറി തൂങ്ങി മറിഞ്ഞു, രക്തം വാർന്നുപോയി. അവസാനം ചത്തെന്ന് കണ്ടിട്ട് പട്ടണത്തിന് പുറത്തേക്ക് വലിച്ചഴച്ച് കളഞ്ഞെന്ന അർത്ഥം. പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് വേസ്റ്റിന്റെ ഇടയിലോട്ട് ആ ഡെഡ് ബോഡി കൊണ്ടിട്ടിട്ട് ആ എറിഞ്ഞവര് വീട്ടിൽ പോയി. എന്നാൽ നിങ്ങൾക്കറിയാമോ, ചില സഹോദരന്മാർ ആ ശരീരത്തിന് ചുറ്റും കൂടി നിന്നപ്പോൾ പൗലോസ് ചാടി എഴുന്നേറ്റു. എന്നെ അത്ഭുതപ്പെടുത്തിയ വസ്തുത, പട്ടണത്തിൽ ചെന്നു. പിറ്റേ ദിവസം ഗർഭയിൽ പോയി കർത്താവിന്റെ വചനം പ്രസംഗിച്ചു. ഒരു മനുഷ്യൻ ആവശ്യത്തോട് സ്വതന്ത്രം പറയാം. ഒരു മനുഷ്യനെ ഒരു സമൂഹം മുഴുവൻ കല്ലെറിഞ്ഞ് മുഴുവൻ അസ്ഥികളും ഒടിഞ്ഞു നുറുങ്ങപ്പെട്ട്, മാംസം കീറി തൂങ്ങി മറിയപ്പെട്ട്, രക്തം വാർന്നൊഴുകപ്പെട്ട്, ഹല്ലേലൂയ, രണ്ട് കുമ്പാരങ്ങൾക്കിടയിൽ ചത്തെന്ന് പറഞ്ഞ് ഇട്ടേച്ചു പോയ സ്ഥാനത്ത് മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തവരെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ, പുനരുദ്ധാനത്തിന്റെ ശക്തി. ഞാനെന്റെ ബലഹീനതകൾ പ്രശംസിക്കുമെന്നൊക്കെ പറഞ്ഞു. മനസ്സിലാകുന്നു? കല്ലേറു കൊണ്ടത് കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. എന്നാൽ ഒടിഞ്ഞു നുറുങ്ങപ്പെട്ട സ്ഥാനത്ത് നിന്ന് ചാടി എഴുന്നേറ്റ് ഒരാഴ്ച റെസ്റ്റ് എടുത്തതല്ല, പിറ്റേ ദിവസം ദർബയിൽ പോയി സുവിശേഷം പ്രസംഗിക്കത്തക്ക നിലയിൽ ആ മനുഷ്യൻ രാത്രി എഴുതി വെച്ചു. നിങ്ങളെ കുറിച്ചുള്ള തമ്പുരാന്റെ പദ്ധതി ഈ മണ്ണിൽ ഇനി അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ, മരിച്ചെന്ന് വിധി പറഞ്ഞാലും വേസ്റ്റിന്റെ ഇടയിൽ കൊണ്ടിട്ടാലും ജീവിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, സൗഖ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്.
യെരൂശലേമിൽ കർത്താവിനെ കുറിച്ച് സാക്ഷീകരിച്ചതുപോലെ റോമിലും സാക്ഷീകരിക്കണമെന്ന് തമ്പുരാന് പദ്ധതി ഉണ്ടെങ്കിൽ നടുക്കടലാണേലും കപ്പൽ തകർന്നാലും നിനക്ക് നീന്തൽ അറിയത്തില്ലെങ്കിലും കപ്പലിലുള്ളവരെ മുഴുവൻ വെട്ടിക്കൊല്ലണമെന്ന് പടയാളികൾ ആലോചന പറഞ്ഞാലും നിന്നെ കുറിച്ച് തമ്പുരാനൊരു പദ്ധതി ഉണ്ടെങ്കിൽ നടുക്കടലാണേലും നീന്തൽ അറിയത്തില്ലെങ്കിലും നിനക്ക് രക്ഷപ്പെടാൻ ഒരു പാകക്കഷണമെങ്കിലും ആ ദൈവ മനുഷ്യനല്ലേ പൗലോസ്? ദൈവ മനുഷ്യനല്ലേ പൗലോസ്? ആ പൗലോസ് അല്ലേ പറയുന്നത്? സഹോദരന്മാരെ, ഞങ്ങൾ വിശേഷാൽ പൗലോസായ ഞാൻ 1-2 പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരുവാൻ ആഗ്രഹിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. എനിക്ക് ഏറ്റവും വലിയ ബഹുമാനം പൗലോസ് ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുമെന്ന് പറഞ്ഞതല്ല, ഇത് പറഞ്ഞത്. ഞങ്ങളെ പോലുള്ളവരാണെങ്കിൽ പറയുന്നു ഞങ്ങൾ ആഗ്രഹിച്ചത്, പക്ഷെ സാത്താൻ ഞങ്ങളെ രാത്രി ഞാൻ ചോദിക്കുന്നു, ഇത്രയും പ്രാർത്ഥിച്ച് ഇത്രയും ഉപസിച്ച് കൃഷ്ണമതിയനായ ഉജ്ജ്വലവാഗ്നിയായ മരിച്ചവരെ ജീവിപ്പിച്ച രോഗികളെ സൗഖ്യമാക്കിയ ഹല്ലേലൂയ ആത്മഭാരമുള്ള 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ട പറുദീസായോളം എടുക്കപ്പെട്ട ഈ ദൈവ മനുഷ്യന്റെ യാത്രയെ തടയാൻ പൈശാചിക ശക്തികൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കൾ തിരിച്ചറിയണം. നാം അറിയാതെ തന്നെ അദൃശ്യ മണ്ഡലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിനെതിരെ, നമ്മുടെ ശുശ്രൂഷയ്ക്കെതിരെ, നമ്മുടെ സഭയ്ക്കെതിരെ, നമ്മുടെ തലമുറകൾക്കെതിരെ, നമ്മുടെ ആത്മീയ ഭൗതിക തടസ്സമിടുന്ന പിശാചിനെ അല്ല ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്. തടസ്സങ്ങളുടെ നടുവിൽ അത്ഭുതകരമായി നടത്താൻ ഇന്ന് രാത്രി നീ സേവിക്കുന്ന എന്റെ ദൈവത്തെ കൊണ്ട് കഴിയും. പ്രതിസന്ധികളില്ലാത്ത ഒരു ക്രിസ്തീയ ജീവിതം നിങ്ങൾ പ്രതീക്ഷിക്കുന്നെങ്കിൽ നിങ്ങൾ സങ്കല്പ ലോകത്താണ്, യാഥാർത്ഥ്യ ലോകത്തല്ല. നമ്മളില്ല മുങ്ങി പൊങ്ങി 2 അന്യഭാഷ കൂടെ പറഞ്ഞ ഒന്നും കാണരുത്, മുക്കിപ്പനി പോലും വരരുത്. സ്വത്രം പറ. എന്നാൽ ഏതോ അരുതാത്തത് സംഭവിച്ചൊരു ഇച്ഛാഭംഗമൊക്കെ നമ്മുടെ അകത്തുണ്ടെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കണം. അതൊക്കെ സ്വപ്നലോകത്ത് നല്ലതാ, സങ്കല്പ ലോകത്ത് നല്ലതാ, പക്ഷെ യാഥാർത്ഥ്യ ലോകത്ത് വെല്ലുവിളികൾ ഒത്തിരിയുണ്ട്, തടസ്സങ്ങൾ ഒത്തിരിയുണ്ട്, പോരാട്ടങ്ങൾ ഒത്തിരിയുണ്ട്. പക്ഷെ ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വം എന്താ പറയാമോ? ആ പ്രതിസന്ധികളുടെ ഒക്കെ നടുവിൽ എഴുതി വെച്ചോ. ഇന്ന് രാത്രി ഈ യാഗത്തിന് നിന്നെ കൊണ്ടുവന്നത് പരിശുദ്ധാത്മാവ്, ഈ സന്ദേശം എനിക്ക് കൈമാറിയത് പരിശുദ്ധാത്മാവ്. ഇന്ന് രാത്രി ഈ വചനമയച്ച് ദൈവാത്മാവ് ചിലരെ വിട്ടുവീഴ്ച രാത്രി, പരിശുദ്ധാത്മാവ് ചിലരെ സൗഖ്യമാക്കുന്ന രാത്രി, എന്റെ മുമ്പിൽ നിൽക്കുന്ന ചില പ്രതിസന്ധികൾ രാത്രി ഈ രാത്രി ശാന്തമായി തെളിയിക്കാം.
നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ നിഴലായിരുന്നു പഴയ നിയമ ഇസ്രായേലിന്റെ മരുഭൂയാത്ര. ഹലോ, ഇസ്രായേലിൽ നിന്ന് വാഗ്ദത്ത കനാനെ ലക്ഷ്യമാക്കി ദൈവജനം പോകുമ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, നിങ്ങൾക്കറിയാവുന്ന വഴിയെ പോകണ്ട, ഞാൻ കാണിക്കുന്ന വഴിയെ പോയാൽ മതി. യോസേഫ് അയച്ച രഥം യാക്കോബിന്റെ മുമ്പിൽ വന്നു നിന്നപ്പോൾ അവന് ചൈതന്യമുണ്ടായിരുന്നു. മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് രാജകീയ രഥചക്രങ്ങൾ ഉരുണ്ടുവരുന്ന സൂപ്പർ ഹൈവേകൾ ഉണ്ടായിരുന്നു. സഹോദരന്മാർ ധാന്യം കൊള്ളാൻ പോയത് വാഹന മൃഗത്തിന്റെ പുറത്ത്. അങ്ങനെയുള്ള ധാരാളം വഴികൾ ഉണ്ടായിരുന്നു. അതിലെ ഒന്നും ദൈവം വിട്ടില്ല. ദൈവം പറഞ്ഞു, ഞാൻ കാണിക്കുന്ന വഴിയെ പോയാ മതി. അതല്ലേ വിശ്വാസത്തിന്റെ യാത്ര. ഈ രാത്രി എന്റെ ചോദ്യം ഇതാ, ദൈവം കാണിക്കുന്ന വഴിയെ പോകുമ്പോൾ ഏതെങ്കിലും തടസ്സങ്ങൾ പ്രതീക്ഷിക്കുന്നവർ ആരാ ഉള്ളത്? നമ്മെ പോലെ ഇസ്രായേൽ അത് പ്രതീക്ഷിച്ചില്ല, മോശയും അത് പ്രതീക്ഷിച്ചില്ല. പക്ഷെ വന്നു നിന്നത് ചെങ്കടലിന്റെ മുൻപിൽ. ഇന്ന് രാത്രി എന്റെ ചോദ്യം ഇതാ, യാത്രക്കിടയ്ക്ക് ചെങ്കടലുണ്ട്, പക്ഷേ ചെങ്കടലുള്ളത് കൊണ്ട് അവരുടെ യാത്ര മുടങ്ങാൻ എന്റെ ദൈവം അനുവദിച്ചില്ല. ചെങ്കടലിനകത്ത് ഒരു സൂപ്പർ ഹൈവേ തുറന്ന തന്റെ ജനത്തെ ദൈവം മറുകര എത്തിച്ചെങ്കിൽ രാത്രി ദൈവം അറിയാതെ അല്ല, ദൈവം അനുവദിക്കാതെയുമല്ല. നിന്റെ പ്രതിസന്ധികൾ സ്വന്തം പറയണം കേട്ടോ. എല്ലാ ചിന്തയിലേക്ക് ഞാൻ വരുന്നില്ല. അത് ചെയ്യാൻ നോക്കിയിട്ട് അവരെ കൊണ്ടത് കഴിഞ്ഞില്ല. നീ നടന്നുപോയ വഴികൾ, നിനക്കെതിരെ വന്ന പോരാട്ടങ്ങൾ, അതിനേക്കാൾ എത്രയോ 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 ചെറിയ പ്രശ്നങ്ങളിലൂടെ പോയവരെ മാനസികമായി തകർന്നു, ആത്മഹത്യ ചെയ്തു, അവര് രാജ്യം വിട്ടു, എന്തെല്ലാം തകർച്ചകൾ ഉണ്ടായി. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, പ്രതിസന്ധികളുടെ പോരാട്ടങ്ങളുടെ ദൗർബല്യമല്ല, പ്രശ്നങ്ങളുടെ നടുവിൽ എന്നെ ജയകരമായി അത്ഭുതകരമായി നടത്തിയ എന്റെ ദൈവത്തെ യാത്ര മുടങ്ങാൻ ദൈവം സമ്മതിച്ചില്ല. സ്തോത്രം പറഞ്ഞു. മരുഭൂമിയിൽ ഭക്ഷണം ഒരു പ്രശ്നം, സമയമാകുക അതുകൊണ്ടാ. മരുഭൂമിയിൽ ഭക്ഷണം ഒരു പ്രശ്നം, പക്ഷെ മഞ്ഞ ഇന്നില്ല. ഇല്ലാത്തത് കൊണ്ട് യാത്ര ചെയ്യേണ്ടെന്ന് ദൈവം പറഞ്ഞില്ല. സ്തോത്രം പറഞ്ഞ് 30 ലക്ഷത്തോളം ജനത്തിന് 40 വർഷം കൊടുക്കാൻ അവന്റെ ഭണ്ഡാരത്തെ ഉണ്ടായിരുന്നു. കരുതിയ ശേഷമല്ലേ അവൻ വിളിച്ചിറക്കിയത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? മരുഭൂമിയിലെ ഏറ്റവും വലിയ പ്രശ്നമല്ലേ വെള്ളം? ഹലോ, തീക്കൽപ്പാറയിലെ വെള്ളം ദൈവം ജനത്തിന് കൊടുത്തു. അതങ്ങനെന്ന് പറഞ്ഞാൽ പോരാ. തീക്കൽപ്പാറയിലെ വെള്ളം ഹോള് പോലെ, നമ്മൾ ഇരിക്കുന്ന ഇവിടം പോലെ തടാകം പോലെ തുറന്നിട്ട് അങ്ങോട്ട് ചെന്ന് കുടിക്കാനൊന്നും ദൈവം പറയുകയായിരുന്നില്ല. തീക്കൽപ്പാറയിൽ നിന്ന് ചാടി പുറപ്പെട്ട വെള്ളം ആറുപോലെ, തോട് പോലെ, കൈവഴി പോലെ ഇസ്രായേലിന്റെ കൂടാരങ്ങൾക്ക് ചുറ്റും ഒഴുകി. സങ്കീർത്തനക്കാരൻ പറയുന്നത് തോടുകൾ കവിഞ്ഞൊഴുകി. സത്യം. എത്ര പേർക്ക് രാത്രി ഞാൻ പറയുന്നത് മനസ്സിലാക്കി? ചാടി പുറപ്പെട്ട വെള്ളം ആറുപോലെ, തോടുപോലെ, കൈവഴി പോലെ ഇസ്രായേലിന്റെ കൂടാരങ്ങൾക്ക് ചുറ്റുമൊഴുകി. ആ വെള്ളത്തെ ആ വെള്ളം കോരി കുടിക്കത്തക്ക നിലയിൽ മരുഭൂമിയെ ജല തടാകമാക്കി മാറ്റിയവരാ. പക്ഷെ മാറായി തന്നെ ഒരു വൃക്ഷം ഉണ്ടാകും. ദാസന്മാരെ ഒത്തിരി ആൾ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ നിൽക്കുന്നത് അവിടെ വിശദീകരിക്കുന്നു. മാറാൻ മാത്രമല്ലെന്നേ,
തൊട്ടപ്പുറത്തൊരു ഏലീമും ഉണ്ടായിരുന്നു. സ്വത്രം പറയാമോ? പക്ഷെ എന്നും ഏലീമും അല്ലായിരുന്നു. കയ്യോടെ സ്വത്രം പറയണം. ജീവിതത്തിൽ എന്നും നിനക്ക് മാറല്ല, മാറി ഏലീം വരും. പക്ഷെ എന്നും ഏലീമിന്റെ സമൃദ്ധിയുമല്ല. മാറും, ഏലീം വരും. ഏലീം പോവും, മാറാവും. മാറായും ഏലീമും, ഏലീമും മാറായും, മാറിയും മറിഞ്ഞും വരും. എന്നാൽ മാറായിൽ പിറുപിറുക്കാതെ, ഏലീമിൽ അഹങ്കരിക്കാതെ, ക്രിസ്തുവിൽ എപ്പോഴും എന്നെ ജനോത്സവമായി നടത്തി. യോർദാൻ അവർക്കൊരു പ്രശ്നമായിരുന്നു. പക്ഷെ യോർദാനുള്ളത് കൊണ്ട് യാത്ര മുടങ്ങിയില്ല. ഇന്ന് രാത്രി മറക്കല്ല്, 6 കഷ്ടത്തിലെ യഹോവ നിന്നെ വിടുവിക്കും. 7ാമത്തേതിലും നിന്നെ തൊടാൻ എന്റെ ദൈവം അനുവദിക്കില്ല. യെരിഹോ ഒരു വിഷയമായിരുന്നു, പക്ഷെ യെരിഹോവിനെ ദൈവം ഇടിച്ചു. കുതിരുന്ന ശത്രുക്കൾ ഒരു വിഷയമായിരുന്നു, പക്ഷെ ശത്രുക്കളെ ദൈവം തുരത്തി. ഇന്ന് രാത്രി ഞാൻ പറയാം, തടസ്സങ്ങൾ ഉണ്ട്, വെല്ലുവിളികൾ ഉണ്ട്, പോരാട്ടങ്ങൾ ഉണ്ട്. പക്ഷെ ഇതിന്റെ ഒക്കെ തകരാൻ ദൈവം സമ്മതിക്കില്ല. പ്രാർത്ഥിക്കാൻ പോകും. സന്തോഷമുണ്ട്. ഗദർദേശത്തേക്ക് ഒരു യാത്ര തമ്പുരാന്റെ പദ്ധതി പറയാൻ പോവാം. ഗദർദേശത്തേക്ക് ഒരു പടക് പോകും. വീശിയിരിക്കുന്ന കാറ്റ്, തള്ളിക്കല്ലുന്ന തിര, മുങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം ശിഷ്യന്മാര് കർത്താവിനോട് ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നത് വിചാരം. കർത്താവിന്റെ ചോദ്യം, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകാൻ എന്ത്? ഹലോ, ചോദ്യം നമുക്ക് പിടിയില്ലോ? ചോദ്യം കർത്താവെ ഞങ്ങൾ നശിച്ചു പോകുന്നത് ഉത്തരം പറയുന്നത് എങ്ങനെയാ? കുഞ്ഞുങ്ങളെ, ഞാൻ അല്പം ഉറങ്ങിപ്പോ, സോറി, ഇതല്ലേ പറയണ്ടേ? ചോദ്യമില്ല, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാണ് എന്ത്? ഞാൻ ചോദിക്കുന്നു, അവിടെ ഇല്ലാത്തത് തന്നെ ഉള്ളു. മണിക്കൂറുകളായിട്ട് കിടന്ന് കാറ്റും തിരെ മുങ്ങുന്ന പടകും ഈശോമിശിഹായെ ബുദ്ധിമുട്ടിക്കുന്നത് കൊണ്ടല്ലേ ഇവർ ഇത്ര നേരം മൗനമായിട്ടിരിക്കും. ശാന്തമാണ് ഉറങ്ങിക്കൊണ്ടതുകൊണ്ടല്ലേ അവർ ശല്യപ്പെടുന്നത്. നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകാൻ കർത്താവ് എന്നിട്ട് ശാസിച്ചെന്ന് എവിടെ ശാസനയുണ്ടോ അതിന്റെ പുറകിൽ ഒരു പൈശാചിക വ്യാപാരം. അങ്ങനെയാണെങ്കിൽ രാത്രി ഒരു പദം കേട്ടോളെ, കർത്താവ് അമരത്ത് തല വെച്ചുറങ്ങിയെന്ന. എന്തിനാ പരിശുദ്ധന്മാർ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ചില പറയുന്നു, വിളിച്ചോ 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 ഉറക്കോ തട്ടെ തട്ടെ തട്ടെ. അങ്ങനൊന്നും ഉറങ്ങാൻ ഇസ്രായേലിന്റെ പരിപാലകൻ അവൻ ഉറങ്ങുന്നില്ല, അവൻ മയങ്ങുന്നില്ല. എന്റെ തമ്പുരാൻ അറിയാതെ ഒന്നും നടക്കുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല. പടകിന്റെ കപ്പലിന്റെ പ്രധാന ഭാഗം അമര. യാക്കോബിന്റെ ഏത് വായിക്കുന്നു, കപ്പൽ എത്ര വലുതാണെങ്കിലും പെരുങ്കാറ്റ് കൊണ്ട് ഓടുന്നതാണെങ്കിലും അമരക്കാരൻ ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ചെടുക്കുന്ന കപ്പലിന്റെ പടകിന്റെ പ്രധാന ഭാഗം അമര. പൗലോസൊക്കെ പോയ കപ്പൽ 276 പേരുള്ള കപ്പൽ ഇടിക്കടൽ കൂടിയോട് സ്ഥലത്തെത്തിയപ്പോൾ അണിയം ഉറച്ചു. അമരം അവൻ തകർന്നു, അമരം ഉടഞ്ഞു, കപ്പൽ തകർന്നു. പറഞ്ഞു, അമരം ഉടഞ്ഞാൽ കപ്പൽ തകരും. അമരം പോയാൽ പിന്നെ എന്തിനും നിലനിൽപ്പില്ല, പടകിന് നിലനിൽപ്പില്ല, ഹലോ കപ്പലിന് നിലനിൽപ്പില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ കർത്താവ് അമരത്ത് തലവെച്ചെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണെന്നറിയണ്ടേ? പിന്നെ ഈ കടലിളകുമെന്ന് എനിക്കറിയാം, ഈ പോരാട്ടം ഉണ്ടാകുമെന്ന് എനിക്കറിയാം, ഈ വെല്ലുവിളി ഉണ്ടാകുമെന്ന് എനിക്കറിയാം. പക്ഷെ നടുക്കടലിൽ ഇത് തകരാനേക്ക് ഇതിന്റെ അമരത്തെ പോരാട്ടമുണ്ട്, വെല്ലുവിളി ഉണ്ട്.
എന്നാൽ അതിന്റെ നടുവിൽ തകരാതിരിക്കാൻ എന്റെ കരുതൽ നിനക്കൊണ്ടെന്നല്ലേ. ശക്തി വന്നതല്ലേ. ഇതിൽ പല ഒരു ദൂത് നിങ്ങൾക്ക് വേണം. നിങ്ങൾ ഭീരുക്കളാകാൻ എന്തെന്ന് കർത്താവ് ചോദിക്കുന്നതിന്റെ അർത്ഥം ഇതാണ്. നിങ്ങൾ തകരുകയല്ല, ഈ കപ്പല് തകരുകയല്ല. ഇതിനെ നടുക്കടലിൽ മുക്കാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല. ഇതിൽ നിയന്ത്രിക്കുന്നത് ഞാനാ. നീ ചോദ്യം പറഞ്ഞാൽ മതിയോ? ഞാൻ എന്റെ യേശുവിന്റെ രക്തത്തിന്റെ വില ഞാൻ ഇവിടെ യേശുവിനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പിന്നാതെ വണ്ണം തന്റെ കളങ്കമില്ലാതെ ആനന്ദത്തോടെ എന്നെ വൃദ്ധ രക്ഷിതാവ് ശക്തനായ രക്ഷിതാവെന്നെ പറഞ്ഞത് എന്റെ ആടുകൾ എന്റെ കയ്യിൽ ഇരിക്കുന്നു. എന്റെ കയ്യിൽ അവയെ പിടിച്ചു വലിപ്പാൻ ആരെ കൊണ്ട് സാധ്യമല്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉദ്ധവിധി. ആ ദിവസം വരെ ഉറക്കപ്പെട്ട ആ ദിവസം വരെ സൂക്ഷിപ്പാൻ അവൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതേ ദുഷ്ടപിശാചേ, അന്ധകാര ശക്തിയെ, നീ എനിക്കെതിരെ, എന്റെ ശുശ്രൂഷക്കെതിരെ, എന്റെ സഭയ്ക്കെതിരെ, എന്റെ കുടുംബത്തിനെതിരെ, എന്റെ തലമുറക്കെതിരെ ചെയ്യുന്ന അസ്ത്രങ്ങൾ ഉഗ്രമെന്ന് തോന്നിയാലും പോരാട്ടങ്ങൾ പ്രബലമെന്ന് തോന്നിയാലും ഇന്ന് രാത്രി എനിക്കറിയാം എന്റെ വലങ്കരം പിടിച്ചിട്ടുള്ളത്. എനിക്കറിയാം എന്റെ രക്ഷയുടെ നായകനെ, എന്റെ പോരാട്ടങ്ങളുടെ നടുവിൽ, എന്റെ വെല്ലുവിളികളുടെ നടുവിൽ, തടസ്സങ്ങളുടെ നടുവിൽ എന്റെ ജയകരമായി നടത്താൻ എന്റെ ദൈവശക്തന എന്റെ രാത്രി വിശ്വസിക്കുന്നു. ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇന്ന് രാത്രി എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം ഈ രാത്രി ദൈവസന്നിധിയിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമുക്കെതിരെ നിൽക്കുന്ന അന്ധകാര ശക്തിയെ വെല്ലുവിളിച്ച് ഈ മരണത്തിന്റെ ദൂത് ഇന്ന് രാത്രി കൈമാറിയെങ്കിൽ നിങ്ങളുടെ മേൽ ഇന്ന് രാത്രി ദൈവശക്തിയെ ഓർമ്മിക്കട്ടെ. ദൈവത്തിൽ ഒരുമിച്ച് വിളിക്കുന്നത് നിങ്ങളുടെ പല ഭാഗ്യം ചെയ്യും. എന്റെ ദൈവത്താൽ ഞാൻ മറിച്ചാടി കടക്കും. ഇന്ന് രാത്രി അന്ധകാര ദുഃഖശക്തികൾ, പൈശാചിക വ്യാപാരങ്ങൾ എത്ര പ്രബലമെങ്കിലും Yeah.
രാത്രി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടുമെന്ന് കാക്കപ്പെടുമാറാകട്ടെ. അടുത്ത പദവിയ നിങ്ങളെ വിളിക്കുന്നവർ വിശ്വസ്തനാകുന്നു, അവൻ അത് നിവർത്തിക്കും. നിങ്ങളെ വിളിക്കുന്നവർ വിശ്വസ്തൻ ആകുന്നു, അവൻ അത് നിവർത്തിക്കും. പോരാട്ടങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, വെല്ലുവിളികൾ ഇല്ലാഞ്ഞിട്ടല്ല. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ആ പ്രതിസന്ധികളുടെ നടുവിൽ, പോരാട്ടങ്ങളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ, നിത്യതയുടെ മറുതീരത്ത് ഞാൻ എത്തുന്നത് വരെ എന്നെ ജയകരമായി നടത്താൻ ഞാൻ ആരാധിക്കുന്നു. എന്റെ ദൈവം വിശ്വസ്തൻ, എന്റെ രക്ഷിതാവ് വിശ്വസ്തൻ. രാത്രി പറയാമോ, ദുഷ്ടപിശാചേ, അല്പം മാനസിക വ്യഥകളോ താൽക്കാലിക തടസ്സങ്ങളോ എനിക്കെതിരെ ഉണ്ടാക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞിരിക്കാം. പക്ഷെ എന്നെ കുറിച്ചുള്ള എന്റെ തമ്പുരാന്റെ നിത്യ നിർണയത്തെ തകർക്കാൻ നിന്നെ കൊണ്ട് സാധ്യമല്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞാൻ ഉറക്കെ പറയുന്നു, ഈ രാത്രി അത് വിശ്വസിക്കുന്നു, ഈ രാത്രി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ കാര്യങ്ങളും ഒരു നിമിഷങ്ങളിലേക്ക് വെച്ചിട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒത്തിരി പോരാട്ടങ്ങൾ, ഞങ്ങൾക്ക് ഒത്തിരി വെല്ലുവിളികൾ, ഞങ്ങൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത എത്രയോ പ്രതിസന്ധികളുമായിട്ടാണ് ഓരോ ദിവസവും ഞങ്ങൾ ഏറ്റുമുട്ടുന്നത്. പക്ഷെ ഇന്ന് രാത്രി ഞങ്ങൾക്ക് അറിയാൻ കർത്താവേ, തകർക്കുന്നവൻ അവർക്ക് മുൻപേ പുറപ്പെട്ടു എന്ന തിരുവെഴുത്ത് പോലെ ഞങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നിത്യതയിൽ ഞങ്ങൾ എത്തുവാനും ഞങ്ങളെ ജയകരമായി നടത്താൻ ഞങ്ങളുടെ രക്ഷയുടെ നായകൻ, വിശ്വാസത്തിന്റെ നായകൻ ഞങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് മുമ്പിൽ ഉള്ളതിനാൽ ഈ രാത്രി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. മനസ്സ് തകർന്നു, ഹൃദയം ക്ഷീണിച്ചു, ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾക്കകത്ത് വട്ടം കറങ്ങി ഇന്ന് രാത്രി ഇതിനകത്ത് വന്ന ചിലരെ പരിശുദ്ധാത്മാവ് ചൈതന്യപ്പെടുത്തിയതുകൊണ്ട് സ്തോത്രം. ദൈവാത്മാവ് ചിലരോട് സംസാരിച്ചതുകൊണ്ട് സ്തോത്രം. ദൈവാത്മാവ് ചിലരെ ധൈര്യപ്പെടുത്തിയതുകൊണ്ട് സ്തോത്രം. ഇന്ന് രാത്രി വചന കേൾവിയിൽ തന്നെ അന്ധകാര ശക്തി പടച്ചു വച്ചിരുന്ന പദ്ധതികളെ ദൈവാത്മാവ് അഴിച്ചതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അങ്ങനെ സംഭവിക്കട്ടെ. ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ രാത്രി ഞങ്ങൾ ജയമെടുക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവദാസനോട് തന്റെ അഭിഷേകത്തിലൂടെ ഐശ്വര്യമായ നമ്മുടെ ഹൃദയങ്ങളോട് ഇന്ന് രാത്രിയിൽ സ്വർഗത്തിലെ വചനയോട് സ്തുതിക്കാം. ദൈവദാസനെ ദൈവങ്ങളെ കേൾപ്പിച്ച് വീണ്ടും പ്രാർത്ഥിക്കാം. നമ്മളെ ആരാധനയിൽ ഈ സഭയിൽ വെച്ചും ശുശ്രൂഷിക്കുന്നു. അതിനുശേഷം വരുന്ന ആഴ്ചയിൽ ന്യൂയോർക്ക് പെന്തിക്കോസ്റ്റൽ അസംബ്ലി സഭയിൽ വെച്ച് ദൈവാനുസരിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തിയേറിയ സാന്നിധ്യം ആരോഗ്യത്തോടെ ബലത്തോടെ വീണ്ടും അനുഗ്രഹിപ്പാനായ ദൈവങ്ങളെ കേൾപ്പിക്കും. അടുത്ത ശനിയാഴ്ച നടത്തുന്ന സിറ്റി വൈഡ് ഫാസ്റ്റിംഗ് പ്രയർ, ആ സിറ്റി വൈഡ് ഫാസ്റ്റിംഗ് പ്രയറും ശുശ്രൂഷിക്കുന്നതായിരിക്കും. 2311 90th Street, Elmhurst. Praise God. അതുപോലെ ഇന്ന് രാത്രിയാണ് നമുക്ക് ദൈവം വലിയ അനുഗ്രഹത്തിനായി സ്തുതിക്കാം.
ഇവിടെ വചനം ശുശ്രൂഷിച്ച ആ ദൈവവചനം അത് വീഡിയോ ചെക്ക് ചെയ്ത് അതുപോലെ റിലേ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ ദാസന് സജി ജോർജിനായി സ്തോത്രം. soulactionstudio.com-ലൂടെ നിങ്ങൾക്ക് ഈ വചന ശുശ്രൂഷ വീണ്ടും ശ്രമിക്കാൻ കഴിയും. ദൈവദാസനെ വീണ്ടും കരങ്ങളിലേക്ക് പ്രാർത്ഥിക്കാം. രാത്രി അനുഗ്രഹിച്ച് നന്ദിയോടെ സ്തുതിക്കാം. ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. നമുക്കെല്ലാവർക്കും ആ പ്രാർത്ഥന ചെയ്യാം. Lord, we praise, we praise, we praise. Oh, Jesus. Stotra. Appa. Yes. Yes. Hallelujah. Amen. Yes. 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 Oh, Jesus. Yes. Hallelujah. Oh, we praise. Amen. Amen. Yes. Hallelujah. Yes. 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 Amen. Yes. Yes. The love of God had the seed and ending fellowship of the Holy Ghost be with us forever and ever. Amen. Hallelujah. 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 Amen. Praise God. Hallelujah. God bless you. Thank you.